السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا، والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. كل مولود يولد على الفطرة، صدق رسوله النبي الكريم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ചതുപോലെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, നമ്മുടെ ഖബർസ്ഥാൻ നിരന്തര വിശ്രമം കൊള്ളുന്നവർക്ക് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതേണ്ട അൽ കഹ്ഫ് സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരായത്താണ് നമ്മൾ ഇന്ന് ഖുതുബയിൽ പരാമർശിക്കുന്നത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ സൗന്ദര്യവും അലങ്കാരവും അതിൻ്റെ ഭംഗിയുമാണ് സന്താനങ്ങളെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അൽമാലു സമ്പത്തും, വൽ ബനൂന സന്താനങ്ങളും മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്, സൗന്ദര്യമാണ്. പക്ഷെ അത് കരുതി അതിലങ്ങ് ആണ്ട് പൂണ്ടുപോയി അവരെ കൊണ്ട് നശിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ആഖിറത്തിലേക്ക് നമ്മൾ അവശേഷിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലുകൾ മാത്രമാണ് നാളത്തേക്ക് നമുക്ക് ഉപകരിക്കുക. ഇട്ടേച്ചു പോകുമ്പോൾ നമുക്ക് ഉപകരിക്കുന്നത് നാം ചെയ്തു തീർത്ത സുഹൃതങ്ങളും നന്മകളും മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയം ഇന്ന് പറയാനുണ്ടായ സാഹചര്യം നവംബർ 14, ഇന്ന് നവംബർ 14 നവംബർ 14 നമ്മുടെ രാജ്യത്താകമാനം ശിശുദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നഴ്സറികളിലും അംഗൻവാടികളിലും KG ക്ലാസ്സുകളിലും സ്കൂളുകളിലൊക്കെ ശിശുദിന പരിപാടികൾ വ്യത്യസ്ത പരിപാടികളോട് ആവിഷ്കരിക്കുകയും പല നിരക്കുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്ത് കുട്ടികളെ പരിപാലിക്കേണ്ടതും കുട്ടികളെ സ്നേഹിക്കേണ്ടതുമായ വിഷയങ്ങളാണ്. കുട്ടികളുടെ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, കുട്ടികളുടെ വളർച്ച, ഉയർച്ച, അവരുടെ പുരോഗതി, അതിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ തെര്യപ്പെടുത്തുന്ന, ബോധവൽക്കരിക്കുന്ന ജാഗ്രതാ സദസ്സുകളും പഠന ക്ലാസ്സുകളൊക്കെ ഇന്നത്തെ ദിവസം രാജ്യത്തുടനീളം സജീവമാകുന്ന ഒരു ദിവസമാണിന്ന്. നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ചാച്ചാജിയുടെ ജന്മദിനമായതുകൊണ്ട് ശിശുദിനമായി നമ്മുടെ രാജ്യത്ത് ആചരിക്കുക. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമാക്കി ആചരിക്കുക. എന്നാൽ കുട്ടികളോട് സ്നേഹിക്കുകയും കുട്ടികളെ തന്നോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച് കുട്ടികളുടെ അവകാശങ്ങൾ ശരിയായ നിരക്ക് അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ കുട്ടികളോട് സ്നേഹിച്ച വ്യക്തിത്വം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മുടെ കുട്ടികളുടെ സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എവിടെയും സജീവമാകുമ്പോൾ നമ്മളൊരു ചെറിയ ചെടിയോ അല്ലെങ്കിൽ ഒരു മരമോ നടുന്ന സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ, മറ്റു മൃഗങ്ങളൊക്കെ വന്ന് കടിച്ചിടാതിരിക്കാൻ വേലി കെട്ടി നമ്മൾ സംരക്ഷണ വലയം തീർക്കാറുണ്ട്. തെങ്ങിൻ തൈ വെച്ചാലും കമുങ്ങിൻ തൈ വെച്ചാലും അത് ആടോ പശുക്കളൊക്കെ തിന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും വേലി കെട്ടി നമ്മൾ സൂക്ഷിക്കും.
അങ്ങനെ അത് ശരിയായ നിലക്ക് വളർന്ന് വലുതാകുമ്പോഴാണ് പിന്നെ ആ വേരിൻ്റെ ആവശ്യമില്ലാത്തത്. ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് നട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ തൈകളാണ്. ആ തൈകൾ അവിടുന്ന് ഇവിടുന്നും പല ആൾക്കാരും കടിച്ച് കീറി വലിച്ച് കേട് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ മതത്തിൻ്റെ ചില വേരുകൾ നമ്മുടെ കുട്ടികൾക്ക് ചുറ്റും കെട്ടേണ്ടതിന് പകരം നമ്മൾ ആ വിഷയം തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ ആഹാരം നശിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ശിശുദിനത്തിൽ നമുക്ക് ഇസ്ലാമികപരമായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം, മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് അലങ്കാരമാണ് എന്നാണ്. എത്രമേൽ സ്വത്തുണ്ടെങ്കിലും എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ഒരു മകനില്ലെങ്കിൽ പിന്നെ അവർക്ക് മനസ്സിന് വിഷമമാണ്. ഞാൻ ആർക്കാണ് സമ്പാദിക്കുന്നത്, ഞാൻ ആർക്കാണ് ഉണ്ടാക്കുന്നത് എന്ന ചിന്ത കയറി വരും. മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്, വിഷമം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികൾ വരെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും വലിയ ചൂഷണം ചെയ്യപ്പെടുന്ന ആശുപത്രികൾ പോലും ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സമ്മാനം, ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ചില ടോയ് സ്റ്റാളുകളിൽ നിന്ന് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങുമ്പോൾ 2000-3000 വിലപിടിപ്പുള്ള പാവക്കുട്ടികളുണ്ടാവും. കണ്ണൊക്കെ ഇങ്ങനെ മിനുങ്ങുന്ന, കണ്ണൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി മറിയുന്ന പാവക്കുട്ടിയാൾക്ക് ബാറ്റ് ഇട്ടാൽ ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടിയാൾക്ക് തന്നെ നല്ല പാവക്കുട്ടിക്ക് 2000-3000 കൊടുക്കണം. നമ്മളെ കുട്ടികൾ എന്നാലോ അതിന് ജീവല്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. എന്നാൽ ജീവനും ബുദ്ധിയും എല്ലാമുള്ള നമ്മുടെ മക്കൾ 5 പൈസ പോലും കൊടുക്കാതെ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അതിന് ശുക്രായിട്ടാണ്, നന്ദിയായിട്ടാണ് നമ്മൾ അഖീഖത്ത് അറുത്ത് കൊടുക്കുക എന്ന് പറയുന്ന മുടികളച്ചിലും സംഭാവന കൊടുക്കലും. ആ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിൻ്റെ മുടിക്കെത്രയാണ് തൂക്കം, ആ തൂക്കത്തിൻ്റെ കണക്കനുസരിച്ച് സ്വർണ്ണം വെള്ളിയൊക്കെ കൊടുക്കൽ സുന്നത്താ. അതിന് ശുക്രാണ്. അതാരും ചെയ്യാറില്ല എന്ന് മാത്രം. സുന്നത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളെ കല്യാണത്തിന് മഹർ കൊടുക്കണ മാതിരിയാണ്. കല്യാണത്തിന് മഹർ വെള്ളിയാണ് സുന്നത്ത്, സ്വർണ്ണമല്ല. പക്ഷെ നമ്മളെല്ലാവരും സ്വർണ്ണ കൊടുക്കുക. മൂല്യന്മാരടക്കം തങ്ങന്മാരടക്കം നമ്മളെല്ലാവരും കൊടുക്കല് സ്വർണ്ണാണ്. മുത്തനിബിതങ്ങളെ സുന്നത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് വെള്ളി മഹർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് 1-2 കല്യാണത്തിനൊക്കെ വെള്ളി മഹറായി കൊടുത്തപ്പോൾ അന്വേഷിച്ചപ്പോൾ സുന്നത്ത് എടുത്തൊന്നല്ല, സ്വർണത്തിന് 94,000 റുപ്യ ആയപ്പോൾ 1,00,000 എത്തിയപ്പോൾ അവർ ഈ സുന്നത്ത് എടുത്തതാണ്. പൈസ കുറയാതില്ല, സുന്നത്ത് എടുത്തിട്ട് വെള്ളിൻ്റെ മഹർ കൊടുത്താണ്. സംഗതി സുന്നത്ത് വെള്ളിയാണ്, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ നമ്മളൊരു മുടിയച്ചിൽ എന്നൊരു കുട്ടി ഉണ്ടായാൽ നമ്മൾ എത്ര പൈസ ചിലവഴിക്കും, പക്ഷെ സുന്നത്താരും എടുത്തിട്ടുണ്ടാവില്ല. ആ കുട്ടീൻ്റെ മുടി കളയണമെന്ന്, ആ മുടി കുറച്ചേ ഉണ്ടാവുള്ളൂ, ചെറിയ കുട്ടിയല്ലേ, പൈതലല്ലേ. ആ കുട്ടീൻ്റെ മുടി തൂക്കിയിട്ട് ആ തൂക്കം എത്രയാണോ ആ തൂക്കത്തിനനുസരിച്ച് സ്വർണം കൊടുക്കൽ അല്ലെങ്കിൽ വെള്ളി സംഭാവന ചെയ്യൽ സുന്നത്താണ്. അതുപോലെ മൃഗത്തെ അറുത്ത് കൊടുക്കുക, അതൊക്കെ എന്തിനാണ്? അത് നന്ദിയാണ്, ശുക്റാണ്, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം. ആ കുട്ടീൻ്റെ കൈ കൊടുത്തത്, കണ്ണ് കൊടുത്തത്, ഹൃദയം കൊടുത്തത്, കരള്, കിഡ്നി, ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ ഫിസിക്കൽ ഓർഗൻസും ആ കുട്ടിയിലുണ്ടല്ലോ. ആര് നിക്ഷേപിച്ചു? നമ്മളല്ല, നമുക്കൊന്നും കഴിയൂല. നമ്മൾ സുഖിച്ചതാണ്. സുഖിച്ചപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, സൈഡ് ബിസിനസ് ആയിട്ട് കിട്ടിയതാണ്. ആരും കുട്ടി ഉണ്ടാകണമെന്ന് കരുതിയിട്ട് ആരും തന്നെ ഇണയെ സമീപിക്കൂല. ഓൻ്റെ ആവശ്യം പൂർത്തിയാക്കാൻ ആരും ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അള്ളാഹു തആല ബൈ ചാൻസിൽ കൊടുത്ത സൈഡ് ബിസിനസ് ആയിട്ട് കിട്ടിയ സംഗതിയാണ്. പക്ഷെ എന്നാൽ നമ്മൾ ആലോചിക്കണം, അങ്ങനെ പോലും നമ്മൾ ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ആഗ്രഹിച്ചെങ്കിലും നമുക്ക് അറിയില്ലല്ലോ ഇതുണ്ടാവോ ഉണ്ടാവൂലേ, ആണാവോ പെണ്ണാവൂലേ, ഒന്നും അറിയില്ല. അപ്പൊ ഏറ്റവും അധികം നമ്മൾ നന്ദി ചെയ്യേണ്ടത് ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതിന് തന്നെയാണ്. അള്ളാഹു തആല നമുക്ക് നൽകിയ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, അള്ളാഹുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശുക്ർ എന്തല്ല, ഇൻ ശകർതും ലഅസീദന്നകും. ഏറ്റവും വലിയ ശുക്ർ അള്ളാഹു തആലാക്ക് വേണ്ടി ആ കുട്ടിയെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദീനിന് വേണ്ടി നമ്മളതിന് ഭൗതികമായ ലക്ഷ്യങ്ങൾ വെക്കുകയാണ്. കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്താ, ഞാൻ വയസ്സാകുമ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. നമ്മുടെ ലക്ഷ്യം തന്നെ പോയി. എനിക്കൊരു മക്കളുണ്ടായാൽ, കുട്ടി ഉണ്ടായാൽ, ആ കുട്ടി നിസ്കരിക്കുമ്പോൾ, ദിക്റല്ലുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, ആ കുട്ടിക്ക് പിന്നെ പരമ്പരകൾ ഉണ്ടാകുമ്പോൾ, ആ പരമ്പരയിലൂടെ അനേകായിരം ആൾക്കാർ ഇങ്ങനെ ലോകത്ത് നിലനിൽക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ അവരിലൂടെ നിസ്കാരം, നോമ്പും, ദിക്റും, സലാത്തും, ഇബാത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചാൽ വലിയ ഇബാദത്തായി. പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്താ, ഞാൻ വയസ്സാകുമ്പോൾ എനിക്ക് മരുന്ന് എടുത്തു തരാനുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുവന്നൊരു കുട്ടി വേണമല്ലോ, അവിടെ തന്നെ നെയ്യത്ത് പോയി. ഈ വയസ്സായി കുട്ടിയപ്പോൾ ഉപകരിച്ചോളണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി വയസ്സായി അസുഖമായി കുട്ടികളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാലോ. അപ്പൊ നമ്മൾ എല്ലാം തന്നെ നെയ്യത്ത് നന്നാക്കി അള്ളാഹുവിനാക്കുക. അപ്പൊ ഇന്ന് ശിശുദിനം കുട്ടികളൊക്കെ നഴ്സറിക്കും അംഗനവാടിക്കും റോസാപ്പൂവൊക്കെ വെച്ചിട്ട്, അതൊക്കെ റോസാപ്പൂവൊക്കെ കുത്തിയിട്ട് ചാച്ചാജിന്റെ ആ പിന്നെ പാളത്തൊപ്പിയൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ ആ പിന്നെ തൊപ്പിയൊക്കെ ധരിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ ആ ചാച്ചാജിനെ ഓർത്ത് ശിശുദിന സന്തോഷത്തോടെ എടുക്കുകയാണ്. ഒരു വാപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, എ ഫാദർ ഗിവ്സ് നത്തിങ് ടു ഹിസ് ചൈൽഡ് ബെറ്റർ ദാൻ എഡ്യൂക്കേഷൻ.
അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാഖ് ഒബാമയുടെ കുട്ടികൾ കോൺവക്കേഷൻ സെറമണിയിൽ ബിരുദം സ്വീകരിക്കാൻ പോയപ്പോൾ ആ 2 കുട്ടികളും തലയിൽ വെച്ച തൊപ്പിയും എഴുതി വെക്കപ്പെട്ട ഒരു വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒരു വാപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എഡ്യൂക്കേഷനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആര് പറഞ്ഞു? മാ നഹല വാലിദുൻ ലിവലദിഹി അഹ്സന മിൻ അദബിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു വാപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം വിദ്യാഭ്യാസവും അദബുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അർത്ഥമാണ്, ഇതിന്റെ പരിഭാഷയാണ് ഈ ബറാഖ് ഒബാമയുടെ മക്കൾ തൊപ്പിയിൽ വെച്ച് ആലേഖനം ചെയ്ത് സമ്മാനം വാങ്ങാൻ പോയത്, ബിരുദം വാങ്ങാൻ പോയത്. അപ്പോൾ ഒരു വാപ്പ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല അദബാണ്. അദ്യബു ഔലാദക്കും, നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നല്ല അദബാണ്. നമ്മൾ നല്ല അദബല്ല കൊടുക്കുക. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ പശുവിന് പുണ്ണാക്ക് കൊടുക്കും. എന്തിന്? നല്ല പുണ്ണാക്ക് കൊടുത്താൽ നല്ല പാലിട്ടും. ഇതേപോലെ കുട്ടിക്ക് മാക്സിമം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഓന് തോനെ ഇംഗ്ലീഷ് സംസാരിക്കണ കോളേജ് ഏതാണ്, ക്യാമ്പസ് ഏതാ, അതാ നോക്കുക. ദീൻ പോയാലും കുഴപ്പമില്ല, സംസ്കാരം പോയാലും കുഴപ്പമില്ല, അവൾ മുട്ടുവരെ മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മാറ് പുറത്ത് കാണിച്ചാലും കുഴപ്പമില്ല, തല മറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ്. എന്നിട്ട് ഈ കുട്ടി പഠിച്ചിട്ട് കുറച്ച് കൂടുതൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ, നല്ല കുട്ടിക്ക് സാമ്പത്തികമായി വരുമാനം കിട്ടുന്ന വഴി ഏതാ, ആ കോഴ്സ് കൊടുക്കണം. അപ്പോൾ നല്ല പുണ്ണാക്ക് കൊടുത്താൽ അകിട് നല്ല പാലുണ്ടാവും. ഇതേ മൃഗങ്ങൾക്ക് ഇതുപോലെ കുട്ടിക്ക് നല്ല ഡിഗ്രി എടുത്താൽ ഗൾഫിൽ നല്ല ഫിനാൻഷ്യൽ റിട്ടേൺസ്, നല്ല സാമ്പത്തിക വരുമാനം ഏത് ഡിഗ്രി ഉണ്ട്, അതിന് വേണ്ടി ഇമ്മയും ബാപ്പിയും കഷ്ടപ്പെടുകയാണ്. കുട്ടിയെ സ്നേഹിക്കാൻ സമയമല്ല, കുട്ടിനെ കളിപ്പിക്കാൻ സമയമല്ല, കുട്ടിനെ ഫുള്ള് പുറത്താണ്. കാരണം ഇവർക്ക് ഈ കുട്ടിയിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ മക്കളെ കറവ പശുവായി ഇന്ന് മുസ്ലിം രക്ഷിതാക്കൾ പോലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, അദബ് കൊടുക്കാൻ മറന്നു പോകുമ്പോൾ, അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും അധികം അനാഥാലയങ്ങളിൽ കഴിയുന്നത് ആരറിയോ? പാവപ്പെട്ട യതീം കുട്ടികളാണ്. അഗതി അനാഥ മന്ദിരങ്ങളിൽ. പക്ഷേ വൃദ്ധസദനത്തിൽ കഴിയുന്നതൊക്കെ കോടീശ്വരന്മാരുടെ മക്കളാണ്. വൃദ്ധസദനത്തിലൊക്കെ കോടീശ്വരന്മാരുടെ മക്കള്, അനാഥാലയത്തിലൊക്കെ പാവപ്പെട്ട ആൾക്കാരുടെ മക്കള്. കാരണം രക്ഷിതാക്കളെ വീട്ടിൽ നിന്ന് ആപ്പമാരെ അല്ലെങ്കിൽ പ്രായമായ ഉമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അന്ന് വൃദ്ധസദനം ആയിക്കൊള്ളണമെന്നില്ല. സ്വന്തം ഉമ്മാനെ എനിക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഇതിന് 10,000 ശമ്പളം കൊടുത്തിട്ട് ഒരു ബംഗാളിനെ, ഒരു തമിഴത്തിനെ കൊണ്ടു നോക്കും. തെറ്റാന്നല്ല പറഞ്ഞത്, വേറെ സൗകര്യം അതൊന്നും ഹൈറാണ്. പക്ഷേ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കേണ്ട സ്നേഹത്തിന് പകരം ഞാൻ ഏതെങ്കിലും അണ്ണാച്ചിനെ, ഒരു ബംഗാളിന്റെ ഉമ്മാന്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ ശമ്പളത്തിൽ എടുത്തിട്ട് കാര്യമുണ്ടോ? സ്നേഹം എവിടെ നിന്ന് കിട്ടും? അവിടെയാണ്. പക്ഷെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ മാത്രമാണ് മക്കൾക്ക് സ്നേഹമുള്ളത്. അവിടെ ആരും സമ്മതിക്കൂല. അവിടെ ഏത് പണ്ഡിതനുണ്ടെങ്കിലും, ഏത് തങ്ങളുണ്ടെങ്കിലും, ഏത് മുത്തക്കയ മനുഷ്യനുണ്ടെങ്കിലും അവിടെ ഈ മകന് തന്നെ നാട്ടുകാരെ മുമ്പിൽ ഞാനല്ലേ മകന്, ഞാനല്ലേ പേരക്കുട്ടി. ഇസ്ലാമിൽ അങ്ങനൊന്നുമില്ല. അവകാശം അവർക്കാന്നേ ഉള്ളൂ. നല്ലത് അവരാന്നല്ല, നല്ലത് സ്വാലിഹായ മനുഷ്യ ഇമാമുക്കലാണ്. ബഹുമാനപ്പെട്ട ശംസുലമയെ പറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമയൊക്കെ ഞാൻ പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, ആ മഹാന്റെ സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാ. പാണക്കാട്ടെ തങ്ങൾ വന്ന് നിസ്കരിച്ചോട്ടെ, അതിന് വേണ്ടി മണിക്കൂറുകളും കാത്തുന്നു. അതൊരു അദബാണ്, അതൊരു ബഹുമാനാണ്, അതൊരു ആദരവാണ്. എൻ്റെ വാപ്പരിച്ചിട്ട് ഞങ്ങളല്ല നിന്നത്, പാണക്കാട്ട് തങ്ങളെ ഞങ്ങൾ നിർത്തി. ഞങ്ങളൊക്കെ മക്കളൊക്കെ കാലിയന്മാരും മുദരിസുമാരൊക്കെയാണ്. പക്ഷെ അതൊരു അദബാണ്. പക്ഷെ ഇത് പലപ്പോഴും നാടന്മാർക്ക് അറിയൂല. കാര്യപ്പെട്ട സയ്യിദന്മാരുണ്ടാകും, ആലിമീങ്ങളുണ്ടാകും. ഒരു കുന്തും തിരിയാത്ത ഇവനായിട്ട് ഞാൻ പേരക്കുട്ടിയാണ് അല്ലെങ്കിൽ മരോനാണ്. ഇസ്ലാമിൽ അർഹതയും അവകാശവും അവർക്കാണെങ്കിലും സ്വാലിഹ്യങ്ങൾക്ക് വഴിമാറി കൊടുക്കൽ നല്ലതാണ്. അത് കൂടുതൽ മയ്യത്തിന് ഉപകാരപ്രദമാണ്. പക്ഷെ ഇതാരും ചിന്തിക്കൂല. ഞാൻ ഓരോ വിഷയം സൂചിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ജീവിതകാലത്ത് സ്നേഹം കൊടുക്കൂല, അല്ലെങ്കിൽ ജീവിതകാലത്ത് അവർക്ക് വേണ്ടതൊന്നും കൊടുക്കൂല. മരിക്കാൻ നേരത്ത് അറബിനോട്, ഗൾഫിൽ നിന്ന് കമ്പനിയോട് ലീവ് ചോദിച്ച് വേഗം വരും, മയ്യത്തെടുക്കാൻ നേരത്തെത്തും. അല്ലെങ്കിൽ വാപ്പാന്ന് 2 ദിവസം 3 ദിവസമൊക്കെ എന്ത് ചെയ്യുക, ഫ്രീസറിലിടും. അതുവരെ വാപ്പാക്കും ഉമ്മാക്കും സമയം കൊടുത്തില്ല. ഒന്ന് അവരുടെ അടുത്ത് പോയി ചിരിയും കളിയും തമാശയൊക്കെ, അതില്ല. ഞാൻ പലവട്ടം ആവർത്തിച്ച ഒരു കാര്യമാണ്. അത് ആവർത്തന വിരസത തോന്നരുത്. നമ്മൾ പെണ്ണുങ്ങളും നമ്മളൊക്കെ ചൊല്ലാനെന്ന് പഠിച്ചിട്ടുള്ളൂ. ദിക്റിങ്ങനെ ചൊല്ലും, ചെല്ലാൻ പഠിച്ചിട്ടില്ല. അവരാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊന്ന് ചെല്ലുക, ബാപ്പാൻ്റെ അടുത്തൊന്ന് ചെല്ലുക, വയസ്സായ വല്യമ്മാനും വല്യമ്പാൻ്റെ ചെല്ലുക. ഈ ചെല്ലലില്ല, ചൊല്ലലുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ. എപ്പോഴും പറയാറുണ്ടല്ലോ, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അങ്ങോട്ട് സ്നേഹവും ആദരവും അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കിട്ടും. ആ മക്കൾക്ക് സ്നേഹം കിട്ടാതിരിക്കുമ്പോഴാണ് സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് നമ്മുടെ മക്കൾ ചാഞ്ഞു പോകുന്നത്. എവിടെയാണോ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു വൃക്ഷം എങ്ങോട്ടാ അതിന്റെ തല പോകാൻ നമുക്കറിയാലോ. എവിടെ നിന്നാണോ കിട്ടുന്നത് അങ്ങോട്ട് പോകും. അപ്പൊ സ്നേഹം വാരി വിതറുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ നമ്മളെ മക്കൾ ഒളിച്ചോടി പോയാൽ കോടതിയിൽ വന്നിട്ട്, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നെഞ്ഞത്ത് കൈയടിച്ചിട്ട് സാറോട് പറയും, അമ്മമാര്, സാർ എൻ്റെ കുട്ടിനെ ഞാൻ എങ്ങനെ സ്നേഹിച്ചാന്നറിയോ? അത് സാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അത് ഉമ്മാക്കാരെ സ്നേഹിച്ചു. പക്ഷെ കുട്ടിക്ക് അറിഞ്ഞാൽ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മക്കളെ സ്നേഹിച്ചാൽ പോരാ, സ്നേഹിക്കുന്നു എന്നവർ അറിയണം, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അള്ളാഹുവിന്റെ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബി എനിക്ക് ഇന്ന ഒരാളോട് സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു,
അഖ്ബർതഹു, നീ അവനോട് അറിയിച്ചു കൊടുത്തോ, നിനക്ക് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയണം? ഞമ്മക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ചെന്ന് വലിക്കാൻ എന്നെ ഇഷ്ടാട്ടോ. അന്യ പെണ്ണുങ്ങളോട് ഐ ലവ് യു പറയാനല്ല, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമെന്ന് പറയുന്നത് സുന്നത്താന്ന്. അത് പറയണം. എനിക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത് വന്ന് പ്രാക്കാരം പറയാൻ ഉസ്താദേ എനിക്ക് നിങ്ങളെ ഇഷ്ടാട്ടോ, താല്പര്യമാട്ടോ, ഞാൻ അങ്ങോട്ടും പറയാറുണ്ട്. അത് പറയണം, സ്നേഹം അങ്ങോട്ട് അറിയിക്കണം എന്നാ. അപ്പൊ നമ്മളെ മക്കൾക്ക് സ്നേഹം നമ്മളെ ഉള്ളിലുണ്ടായാൽ പലപ്പോഴും പല ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും തകരുന്നത് എവിടെയാണ്? ഭാര്യയോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കാൻ കഴിയൂല. അല്ലെങ്കിൽ ഭർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടാവും, പ്രകടിപ്പിക്കാൻ കഴിയൂല. പ്രകടിപ്പിക്കണം, പുഞ്ചിരിക്കണം, ചിരിക്കണം, താലോലിക്കണം, ചേർത്ത് പിടിക്കണം. ഇന്ന് ശിശുദിനമാണ്, നമ്മുടെ മക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. അത് ഏത് പ്രായമായാലും കൊടുക്കാൻ പറ്റണം, പ്രായമായാലും കൊടുക്കാൻ പറ്റണം. ഫാത്തിമ ബി ഇത്ര പ്രായമായിട്ട് നബിതങ്ങൾ നെറ്റിയിൽ ചുംബനം വെക്കും, മുത്തം കൊടുക്കും. നമ്മൾ നേഴ്സറി പ്രായം കഴിഞ്ഞാൽ കുട്ടികളൊന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാൻ നമുക്ക് മടിയാണ്. കവിളത്ത് കൊടുക്കേണ്ടത് പകരം നീ നെറ്റിത്തടത്തെങ്കിലും ഉമ്മ കൊടുക്കുക. സയ്യിദുനാ ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, കറുത്ത മനുഷ്യനാണ്, കറുത്തിരുണ്ട മനുഷ്യനാണ്. ചില ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് അവരെ വിയർപ്പ് ഒരു ഗന്ധം ഉണ്ടാവും. വിയർപ്പ് അവർക്ക് ജന്മനാ തന്നെ വിയർപ്പിനൊരു ഗന്ധം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാലോ, പല നാട്ടിൽ പല ആൾക്കാരും ഉണ്ടാവുമല്ലോ, ചില വർഗ്ഗങ്ങൾ, ചില ഇനങ്ങൾ, ചില ജാതിക്കാരൊക്കെ ചിലപ്പോൾ കുളിക്കാതെ മറ്റൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നും. എല്ലാവരും ചേർത്ത് പിടിക്കണം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത മനുഷ്യനാ, കാണാൻ അഴകില്ല, ഭംഗിയില്ല, ചുറുക്കില്ല. നബിതങ്ങൾ അങ്ങോട്ട് കൂട്ടി പിടിച്ചു. അപ്പൊ ബിലാൽ തങ്ങൾക്ക് അറിഞ്ഞു പറഞ്ഞു, നബിയെ എന്നെ ചേർത്ത് പിടിക്കല്ലേ, ഇന്നലീലീഹ, എനിക്കൊരു മണാട്ടോ നബിയെ, എനിക്കൊരു ഗന്ധമുണ്ട്, ഇന്ന മണക്കിട്ടോ. അല്ലാഹുവിന്റെ മുത്തുനബിതങ്ങൾ ബിലാലിനെ ചേർത്ത് പിടിച്ച് ബിലാലിന്റെ കവിൾ തടുത്ത് മുത്തം കൊടുക്കുന്നുണ്ട്, ചുംബിച്ചു. ബിലാൽ കരഞ്ഞുപോയി. ബിലാൽ ലോകത്തോട് പറഞ്ഞത്, എന്റെ കവിൾ തടത്തിൽ ആദ്യമായി മുത്തം തന്നത് അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് മനുഷ്യന് കഴിയേണ്ടത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ നമ്മുടെ മക്കൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇന്നത്തെ തലമുറയിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കൾ ഇവർക്ക് സ്നേഹം കൊടുക്കുന്നില്ല, സമയം കൊടുക്കണില്ല. പലപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് തിരക്കാണ്, ബിസിനസിന്റെ തിരക്ക് അല്ലെങ്കിൽ ജോലിന്റെ തിരക്ക്. അവനാന്റെ വീട്ടിൽ നമ്മൾ എത്രത്തോളം അവൈലബിൾ ആണ് എന്ന് നോക്കുന്നില്ല. സാമ്പത്തികമായിട്ട് എത്രത്തോളം ഏബിൾ ആണ് എന്നതല്ല വിഷയം, നമ്മൾ എത്രത്തോളം നമ്മുടെ കുടുംബത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരേ ഒരു ഏറ്റവും വലിയ സന്തോഷ നിമിഷം നമ്മുടെ കുട്ടികളാണ്. നിന്റെ ജന്മദിനത്തെക്കുറിച്ച്, ബർത്ത്ഡേയെ കുറിച്ച് ഒരു ഡെഫിനിഷൻ ചോദിച്ചു. ആ സമയത്ത് APJ കലാം പറഞ്ഞ മറുപടി ഉണ്ട്, only one day in your life when your mother smiled when you cried. നീ കരയുമ്പോൾ നിന്റെ ഉമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ബർത്ത്ഡേ. ശരിയാണല്ലോ, നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു വേണ്ട, ആ സമയത്ത് ഉമ്മാക്ക് പുഞ്ചിരിയുണ്ട്, ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ താല്പര്യപ്പെടുന്ന സമയമുണ്ട്. അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കളെങ്കിൽ പ്രിയപ്പെട്ടവർ, ആ മക്കളെ കൊണ്ട് കൂടുതൽ നന്മകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യിക്കാൻ, ദീനിനു വേണ്ടി ചെയ്യിക്കാൻ നമുക്ക് സാധിക്കണം. ജമാഅത്തിന് വരെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട്ടിൽ തീ പിടുത്തുണ്ടാകുമ്പോൾ നമ്മൾ മാത്രമല്ല കഴിച്ചിലാകുക, വേഗം കുട്ടികളെ കഴിച്ചിലാക്കുക, രക്ഷപ്പെടുത്തും. ഒരു വണ്ടി ആക്സിഡന്റ് ആയാൽ നമ്മൾ വേഗം കുട്ടികളെ രക്ഷപ്പെടുത്തും. അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അതിന് വെള്ളത്ത് വീണ് വേഗം നമ്മൾ മക്കളെ രക്ഷപ്പെടുത്തും. ഇതേ ചിന്തല്ലേ നമുക്ക് നിസ്കാരത്തിനും മറ്റൊക്കെ വേണ്ടത്? നരകത്ത് നമ്മൾ മാത്രം കഴിച്ചിലായാൽ മതിയോ? നമ്മൾ മാത്രം പള്ളിയും ജമാഅത്തും നിസ്കാരം, മക്കൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ശാശ്വതമായ നരകത്തിലേക്കല്ലേ അവർ പോകുന്നത്? അതുകൊണ്ടാണ് ഈ ശിശുദിനത്തിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുക്കുക, സ്നേഹം കൊടുക്കുക. അവരാട്ടി പറഞ്ഞേക്കല്ല വേണ്ടത്. ഏതു വലിയ MDMA അടിമപ്പെട്ടാലും കഞ്ചാവിന് അടിമപ്പെട്ടാലും ചീത്ത പറഞ്ഞ് ദേഷ്യപ്പെട്ടവരെ വെറുപ്പിക്കാതെ അവരെ ചേർത്ത് പിടിച്ച് സ്നേഹം കൊടുത്ത്, ചിലപ്പോൾ സ്നേഹം അഭിനയിച്ചിട്ടെങ്കിലും അവരെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളവരെ മാറ്റാനും, ഈ ആധുനിക തലമുറയിലെ മക്കളെ വഴി തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ ഇന്നത്തെ ശിശുദിന സന്ദേശം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പേരക്കുട്ടിയാൾ പെരടിയിൽ കയറുന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നബിതങ്ങളെ കാണാൻ വേറെ രാജ്യത്ത് നിന്ന് പല ആൾക്കാരും വന്നപ്പോൾ നബിതങ്ങൾക്ക് പണി പേരക്കുട്ടികളെ പുറത്തിരുത്തിയിട്ട് കളിപ്പിക്കാൻ. ആനയും കുതിരയും കളിക്കൂലേ, നമ്മളെ കുട്ടികളെ പുറത്തിരുത്തിയിട്ട് ആനപ്പുറത്ത് പോകുന്ന പോലെ, ഒട്ടകപ്പുറത്ത് പോകുന്ന പോലെ കുട്ടികളായിട്ട് കളിക്കാൻ. ഏതു വലിയ സ്ഥാനത്തെത്തിയാലും കുട്ടികളെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്തുക, കുട്ടികളെ കൂടെ ചിരിക്കാൻ സമയം കണ്ടെത്തുക. ഹബീബായ മുത്തുനബി തങ്ങൾ കുട്ടികൾ കളിക്കുന്നിടത്ത് പോയിരിക്കും, എന്നിട്ട് കളി കാണും, കുട്ടികൾക്ക് സലാം പറയും. അങ്ങനെ എല്ലാവരോടും നമുക്ക് പെരുമാറാനും എല്ലാവരോടും ഇടപഴകാനുള്ള മനസ്സിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ താഴണം. അപ്പോഴേ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. കുട്ടികളെ വെറുപ്പിക്കരുത്. ഏത് നാട്ടിലും നമുക്ക് നമ്മുടെ പള്ളി മദ്രസ സംവിധാനങ്ങൾ കൊണ്ട് നടക്കേണ്ട നമ്മുടെ മക്കളാണ്. അവര് മാരകമായ വിഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ ഇന്നത്തെ പൂമൊട്ടുകളാണ് നാളത്തെ വിടരാനുള്ള പുഷ്പങ്ങൾ. അതുകൊണ്ട് ആ മക്കളെ നമ്മൾ പൂർണ്ണമായി നമ്മളിലേക്ക് അടുപ്പിക്കുകയും അവരെ ദീനിലേക്ക് ആകർഷിക്കുകയും ചെയ്യണം. അതിന് കൂടുതൽ കർശനങ്ങൾ കൊടുത്താൽ കുട്ടികൾക്ക് ബേജാറായി പോകും, ലയ്യിക്കാകാൻ പാടില്ല. ഏതാവട്ടെ, ഇതാ നമുക്ക് ഇന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ,
ഐഹിക ജീവിതത്തിന്റെ ആഡംബരം തന്നെ സംശയമൊന്നുമില്ല. പക്ഷേ ചെറുപ്പത്ത് കൊടുക്കണം. ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു പുസ്തകമുണ്ട്. ആർക്കറിയോ? എലിസബത്ത് ഹർലോഗ്. 1000 തിസീസ് സമർപ്പിക്കപ്പെട്ടപ്പോ യൂണിവേഴ്സിറ്റികൾ PhDക്കും ഒക്കെ ഉള്ള തിസീസുകൾ എത്രയോ 1000 അത് പഠിച്ച് അതിൽ നിന്ന് കല്യാണം പോലും കഴിക്കാതെ വലിയ റിസർച്ച് നടത്തിയിട്ടാണ് എലിസബത്ത് ഹർലോഗ് ഈ പുസ്തകം ഉണ്ടാക്കിയത്, ചൈൽഡ് ഡെവലപ്മെന്റ്. അതിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തലച്ചോറ് 30 to 36 ആ ഒരു സെന്റിമീറ്ററെ കുറിച്ച് തലച്ചോറ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 3 വയസ്സാകുമ്പോൾ 36 to 39, ഒരു 12 വയസ്സാകുമ്പോൾ 50 to 56. അതിനുശേഷം പിന്നെ ഗ്രോത്ത് ഇല്ല, പിന്നെ വളർച്ചയില്ല. അപ്പൊ ഒരു 12 വയസ്സിന്റെ ഉള്ളിലായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് സൽസ്വഭാവങ്ങളും നന്മകളും സുഹൃതങ്ങളും പൂർണ്ണമായിട്ട് കയറ്റി വെക്കണം. 12 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന. പക്ഷെ ആ സമയത്ത് എവിടെ നമ്മളെ കുട്ടിയെ കൊടുക്കുന്നത്? കയ്യിൽ ഫുള്ളും കൊടുക്കുന്നത് നമ്മളെ മൊബൈൽ ഗെയിമുകൾ, മൊബൈൽ കളികൾ. ഇത് മാത്രം കൊടുത്ത് കുട്ടികളെ ഇല്ലെങ്കിൽ ലയിച്ചു പോകും. ബുദ്ധി വികസിക്കില്ല, ബുദ്ധി മരവിക്കുക ചെയ്യുക. കുട്ടികൾക്ക് പിന്നെ മറ്റൊന്നിനോടും താല്പര്യമില്ലാതിരിക്കും. ഒരു പ്രത്യേകം അഡിക്ഷൻ, ഒരു പ്രത്യേകമായ മാനസിക രോഗം പോലെയാകും. 12 വയസ്സിനുള്ളിലായിട്ട് കുട്ടികളെ ചേർത്ത് പിടിക്കണം. ഇതന്നെ മുത്തനബിതങ്ങളും പഠിപ്പിച്ചത്. നിങ്ങളെ കുട്ടികൾക്ക്, നിങ്ങൾക്കറിയാം, നബിതങ്ങൾ ഇസ്രാ മിറാജ് കഴിഞ്ഞു, ഒരു സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം കണ്ടു. അപ്പൊ ജിബ്രീലിനോട് ചോദിക്കേണ്ടത്, ആർക്കാ കൊട്ടാരം? ഇത് നബി അസ്മാ ബീവിക്കാണ്. അസ്മാക്ക് ഇത്ര വലിയ കൊട്ടാരം കിട്ടാൻ മാത്രം എന്ത് നന്മയാ അസ്മ ചെയ്തത്? എന്താ മറുപടി എന്നറിയോ? തന്റെ കുട്ടി ആദ്യമായി സംസാരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംസാരിക്കണമെന്ന വാശി അസ്മാക്ക് ഉണ്ടായിരുന്നു. ആ പെണ്ണ് തന്റെ കുട്ടിക്ക് അതിനു വേണ്ട ശിക്ഷണങ്ങൾ കൊടുത്തു, അതിനു വേണ്ട എല്ലാവിധ ട്രെയിനിങ്ങും കുട്ടി കൊടുത്തു. ഇവർ ഇസ്ലാമിക് ട്രെയിനിങ് കൊടുക്കുന്ന നഴ്സറികൾ നമ്മുടെ നാട്ടിൽ വളരണം. അൽബിർ സ്കൂളുകളുണ്ട്, അതുപോലെ ആസ്മി സ്കൂളുകളുണ്ട്. ഇസ്ലാമിക് നഴ്സറികളിൽ കൊണ്ടുവന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇനി ചെറിയ കുട്ടികൾ ചിലപ്പോൾ നഴ്സറിക്ക് അങ്ങനാടിക്ക് പോകുമ്പോൾ ആ കുട്ടികൾ പിന്നെ കല്യാണ സ്ഥലത്ത് നായ പട്ടി വിളിക്കും. കുട്ടിയോട് നായി പഠിക്കണത് തുണിന്റെ ചുവട്ടിലൊക്കെ കുട്ടി വിളിക്കും. ഇത് നഴ്സറിയിൽ നിന്ന് പഠിക്കണതാണ്. ഒരു ഇസ്ലാമിക രീതിയിലുള്ള ഇസ്ലാമിക് അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഉള്ള നല്ല അക്കാഡമിക് നല്ല ഒരു സ്ഥലങ്ങളിൽ കുട്ടികളെ ചേർക്കുക. എന്നതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമക്ക് ചലച്ചിത്ര അവാർഡ്, സംസ്ഥാന അവാർഡ് കൊടുത്തു. ഷംല ഹംസ എന്ന് പറയുന്ന മുസ്ലിം പെണ്ണിനാണ്. നല്ല തട്ടമിട്ട, നല്ല പർദ്ദയിട്ട, നല്ല ഒരു ഹിജാബ് ഇട്ടൊരു പെണ്ണ്. ആ പെണ്ണിനക്ക് അവാർഡ് കൊടുത്തു, സംസ്ഥാന അവാർഡ് കിട്ടി. എന്താ സിനിമ? ഫെമിനിച്ചി ഫാത്തിമ എന്നാണ്. ഞാൻ സിനിമയെക്കുറിച്ചോ മറ്റൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ചിഹ്നങ്ങളെയും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നമ്മുടെ പാരമ്പര്യത്തെയും പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, മോശമാക്കി ചിത്രീകരിക്കുന്ന സിനിമകൾക്കാണ് ഇന്ന് വലിയ അതിനെയാണ് വലിയ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതിന് വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നു. എന്താ സിനിമ? ഒരു വയസ്സൊരു മൂല്യാര്, പ്രായമായ ഒരു മൂല്യാര ഭാര്യയാണ് ഈ സിനിമയിൽ പെണ്ണ് ഫാത്തിമ. 3 കുട്ടികളുണ്ട്, പ്രയാസപ്പെടാൻ. അപ്പൊ ഈ സിനിമ കൊടുക്കുന്ന തിയറി എന്താ? സിനിമ കൊടുക്കുന്ന തീം എന്താ? സിനിമ കൊടുക്കുന്ന പഠനം എന്താ? ഇതിലെന്താ അഭിനയിക്കണത്? പഠിക്കണം. ഒരു മൂല്യാര ഭാര്യയാണ്, ഒരു കുന്തും തിരിയാത്ത പൊട്ടനായൊരു മൂല്യാര്. എന്നിട്ട് ഇത് കാണുമ്പോൾ മറ്റുള്ള സമുദായക്കാരെന്താ മനസ്സിലാക്കുക? യാഥാർത്ഥ്യമുള്ളതാണല്ലോ സിനിമയിൽ ചിത്രീകരിക്കപ്പെടുക. റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് സമൂഹം ഇത് കാണുമ്പോൾ അവർ മനസ്സിലാക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ഉമ്മ 10 പെറ്റ്, അതുകൊണ്ട് ഇവളും കുറെ പറയണം എന്ന് തന്നെ വാശി പിടിക്കുന്ന ഒരു അമ്മായിമ്മ. അല്ലെങ്കിൽ വീട്ടിലെ കുട്ടി മൂത്ര വെച്ചപ്പോ കിടക്ക പുറത്ത് കൊണ്ടുപോയി ഉണക്കാൻ വേണ്ടി ഇട്ടിട്ട് വെയിലത്ത്. അപ്പൊ അയിമ 3 അസ്തഗ്ഫിറുല്ലാഹ് എഴുതാൻ പറയാണ് പുതിയാപ്പള മൂല്യര്. എന്തിന്? നായി കയറാക്കാൻ വേണ്ടിയിട്ട്. എത്രയും വലിയ അന്ധവിശ്വാസം ആർക്കുള്ളത്? നായ കയറിയ അസ്തഗ്ഫിറുല്ലാഹ്, നായ കയറൂല. പിന്നെ ആ പെണ്ണിനെ കിടക്കാൻ പുറമേതനെയാണ്, കിടക്കാൻ സൗകര്യമല്ല. അപ്പൊ അപ്പുറത്തുനിന്ന് കിടക്ക് കൊണ്ടുവരാൻ സമ്മതിക്കണില്ല. അപ്പുറത്ത് വീട്ടില് ആ കിടക്കമ്മ കിടന്നാരും മരിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ച ആ കിടക്കം പിന്നെ കടന്നാൽ പിന്നെ ജിന്നു കൂടുന്നില്ല, അന്ധവിശ്വാസം. അത് ഈ സിനിമയിലൂടെ ഇവൾ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസം ഏത് ഉസ്താദന്മാർക്ക് ആർക്കാണുള്ളത്? അതൊക്കെ നമ്മൾ മോശമായി ചിത്രീകരിക്കപ്പെടുക. ഈ സമയത്ത് ഞാൻ സങ്കടത്തോട് ആലോചിക്കണം, ഒരു പ്രമുഖനായ വ്യക്തിയുടെ സംസാരം പോലും സങ്കടപ്പെട്ടു പോയി. ഏതോ രാഷ്ട്രീയ നേതാവ് മുസ്ലിം പണ്ഡിതന്മാരെ ബഹുമാനിച്ച് ആദരിക്കുമ്പോൾ ഒരു മുസ്ലിം പണ്ഡിതന്മാരെയാണോ ആദരിക്കുന്നത്? ഇങ്ങനെ ഇപ്പൊ എന്താ ഇവരൊക്കെ മനസ്സിലൊക്കെ കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന വിഷബീജങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ ഈ സിനിമയിലൊക്കെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് പിന്നെ നായി തൊട്ടാൽ ഒരു കിടക്ക വേണം, കിടക്കയ്ക്ക് ഇൻസ്റ്റാൾമെന്റിന് അടവിന് വാങ്ങാൻ പറ്റൂല, അടവിന് വാങ്ങാൻ ഹറാം, എന്നിട്ട് കഷ്ടപ്പെടുക. ഇതൊക്കെ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിലില്ല. ആര് പറഞ്ഞു അടവിന് വാങ്ങാൻ പറ്റൂല? 12,000 റുപ്യന്റെ ഒരു സാധനം അത് അടവിനാണെങ്കിൽ 15,000 റുപ്യക്ക് വാങ്ങണം, എന്നിട്ട് ആ 15,000 അടച്ചു തീർക്കണം. അടവ് വാങ്ങാൻ പറ്റില്ല. ഇസ്ലാമിലെ നിയമം തന്നെയല്ലേ, വെറുതെ തെറ്റിദ്ധരിക്കാൻ. ഒരു സാധനം വാങ്ങുമ്പോൾ തമ്മന മുഖററാകണം, നിശ്ചിത സംഖ്യക്കാവണം. വാങ്ങുമ്പോൾ തന്നെ 12ഓ 15ഓ ഇങ്ങനെ ഒരു വ്യക്തതയില്ലാതെ ആകരുത്. അടവിനാണെങ്കിൽ 15,000 റുപ്യ 15 വാങ്ങണം. അടവിനാണെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം, 50 ലക്ഷത്തിനായിട്ട് വാങ്ങുക, അത് അടച്ചു തീർക്കുക. വാങ്ങുമ്പോൾ തീരുമാനിക്കുക. ഇസ്ലാം ഒരു കുഴപ്പമില്ല. അതുപോലെ നായ തൊട്ടാൽ നായ ഹറാമാണ്. ആരാ പറഞ്ഞത് ഇസ്ലാമിൽ നായ ഹറാമാണ്? നായ തൊട്ടാൽ ഒരു പ്രശ്നമില്ല.
നായനെ തൊട്ടാൽ കൈകൾ നിർബന്ധമില്ല. നനവുണ്ടെങ്കിൽ മാത്രം തൊട്ടാൽ മതി. ഞാൻ ഖുത്തുബാദാനുള്ള കമ്മീസൊക്കെ ഇട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറാൻ നേരത്ത് നായ ഇങ്ങോട്ട് അടുത്തു കൂടെ പോയി കാറിക്കൂടെ നായന്റെ മേത്തു അതിന്റെ നായ അതെടുത്തിട്ട് ഞാൻ ഖുത്തുബ ചെയ്ത്, ഒരു കുഴപ്പമില്ല. ആര് പറഞ്ഞു? നനവുണ്ടെങ്കിൽ മാത്രമേ കൈകിയാൽ മതി. ഒന്നെങ്കിൽ ധരിച്ച വസ്ത്രത്തിൽ നനവ് വേണം, അല്ലെങ്കിൽ മഴക്കാലാണ് നായമ്മ നനവ് വേണം, അപ്പോഴേ അത് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. നായക്ക് നനവില്ല, നമ്മളെ വസ്ത്രത്തിനും നനവില്ല, നമ്മുടെ മേത്തോ നമ്മുടെ ശരീരത്തിലൊക്കെ നായ തൊട്ടാൽ 7 പ്രാവശ്യം പോയിട്ട് 1 പ്രാവശ്യം പോലും കൈകണ്ട. ആര് പഠിപ്പിച്ചു ഇത്? നനവുണ്ടെങ്കിൽ മാത്രമേ 7 പ്രാവശ്യം കൈകണം. അത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടതാണ്. കാരണം നായിൽ നിന്നുള്ള പ്രത്യേക അണുക്കളുണ്ട്. അണുക്കളൊക്കെ നശിപ്പിക്കണമെങ്കിൽ മണ്ണിനുള്ള പവർ, മണ്ണിനൊക്കെ മാത്രമേ പവർ ഉള്ളൂ. സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ സിനിമയിലൂടെയൊക്കെ ഒരു മുസ്ലിം സമുദായം ഫുൾ അന്ധവിശ്വാസം നിറഞ്ഞ ആൾക്കാരാണെന്ന് അവതരിപ്പിക്കുക, അന്ധവിശ്വാസമുള്ള ആൾക്കാരായിട്ട് അവതരിപ്പിക്കുക. ഇങ്ങനെ ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇത് ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ള ആൾക്കാരെന്ന് ചിന്തിക്കുക, ഇതൊക്കെ കാണാൻ രസമാണ്, അത് വേറെ വിഷയം, ഞാൻ അങ്ങനെ വിമർശിക്കല്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിൽ ഇപ്പോഴും ഒരു കുന്തും തിരിയാത്ത ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇതിനൊക്കെ തീമുകളൊക്കെ, അല്ലേ? എപ്പോഴും ഒരു മുസ്ലിം കാക്ക് ഒരു കുന്തും തിരിയാത്ത പൊട്ടനായിട്ട് മറിമായം പോലെയുള്ള ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോയാക്കെ ഒരു മുസ്ലിമാണ് ഒരു കുന്തും തിരിയാത്ത പൊട്ടനായിട്ട് തെറി പറയുന്നവനായിട്ടും കാണാൻ രസമുണ്ട്, അത് വേറെ വിഷയം. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലോ ഹിന്ദു കുടുംബത്തിലുള്ള ആളായിരിക്കും, ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരാളായിരിക്കും ഒന്നും തിരിയാത്ത ഒരാൾക്ക് അവതരിപ്പിക്കപ്പെടുക. അതിന് അവാർഡ് കിട്ടിയത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല ചർച്ച ചെയ്തത്. എന്താണെന്നറിയോ? നമ്മുടെ ചിഹ്നങ്ങളും നമ്മുടെ സംസ്കാരങ്ങളൊക്കെ വികലമാക്കി ചിത്രീകരിക്കപ്പെടാം. അങ്ങനൊന്നും ഇല്ല ശരിക്ക്. നമ്മളൊക്കെ മുന്നേറിയില്ലേ? ഇപ്പോൾ ഞാൻ പഠിച്ച ചമ്മാട് ദാൽ-ഖുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അവിടെയുള്ള വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും പരാജയപ്പെടുത്തിയാണ് മസ്കറ്റിൽ നടന്ന ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഇന്ത്യക്കുള്ള അഭിമാനം വലിയ നിലയ്ക്ക് വിജയം കൈവരിച്ചു. ആദ്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി, സെമി ഫൈനൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി, പിന്നെ ഫൈനൽ ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ഖത്തറിൽ നടന്ന മത്സരത്തില്, മസ്കത്തിൽ നടന്ന മത്സരത്തില് മറ്റു രാജ്യങ്ങളൊക്കെ പരാജയപ്പെടുത്തിയത് ഈ പണ്ഡിതന്മാരാണ്. അപ്പൊ പഴയ കാലം പോലൊന്നുമല്ല. നമ്മളൊക്കെ പുരോഗതി പ്രാപിച്ചു, പുരോഗതിയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടു. എന്നിട്ട് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമുള്ള ആൾക്കാരായി മാത്രം ചിത്രീകരിക്കപ്പെടുക. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും, നമ്മൾ എതിർക്കണം. കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു വ്യാജ സൂഫിസം, എന്താ ഓൾ ഇന്ത്യ സൂഫി ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്തൊരു പുതിയ സംഘടന രൂപീകരിക്കപ്പെട്ടു. അത് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടെ അത്രേ. അതിന്റെ പിന്നിൽ RSS ആണ്. സൂഫി ബോർഡ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് തന്നെ? മതം ഒഴിവാക്കുക, മതം വെടിയുക, സ്നേഹം പ്രചരിപ്പിക്കുക. ആരാണ് സൂഫി ബോർഡ്? ഈ സമുദായത്തെ ഏറ്റവും അധികം നശിപ്പിക്കുന്നത് കള്ളത്തൊരീക്കത്തുകാരാണ്. ആത്മീയതയുടെ പേര് പറഞ്ഞ് പ്രത്യേക താടിയും പ്രത്യേക പച്ചവല്ലിയും പ്രത്യേക മോതിരം പ്രത്യേക ഷാളൊക്കെ ധരിച്ചിട്ട് അവർ പേരെന്താ? ത്വരീക്കത്ത്. എടേ നമ്മളൊക്കെ അള്ളയാണ്. അഹം ബ്രഹ്മ എന്ന് പറഞ്ഞോ, അഹം ബ്രഹ്മാസ്മി. അദ്വൈതം, ദ്വൈതം എന്നൊന്നില്ല. ശ്രീ ശങ്കരാചാര്യം പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തം, ദൈവം ഞാനും ഒന്നാണ്, സൃഷ്ടി ഞാനും ഒന്നാണ്. എന്നിട്ട് ലൈഫായ ഹദീസുകൾ വെച്ച് ഇങ്ങനെ പറയാ, പച്ച നുണ പറയാ. അതിന് കുറെ ആൾക്കാർ കൂടുക. നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ നല്ല ദൈവം, നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഹറാമ് ഹലാലില്ല. എന്നിട്ട് എല്ലാവരും സ്നേഹിച്ചാൽ മതി. ഇസ്ലാം എന്നൊരു മതമൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താ പേര്? ത്വരീക്കത്ത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മുടെ ഈമാൻ കൊള്ളയടിച്ചു പോകാതിരിക്കാൻ വേണ്ടി കാവൽ നിന്ന മഹാന്മാരാണ്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് അതപ്പതിച്ചു പോയാൽ നമ്മളൊക്കെ നശിച്ചു പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ത്വരീക്കത്തുകളും, ഓരോ ത്വരീക്കത്ത് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഈ അധികവും സർവ്വമത സത്യവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് കള്ളത്തൊരീക്കത്തുകാരാണ്. സർവ്വമത സത്യവാദത്തിലേക്ക്. സൂഫിയാണ് പേര്, എല്ലാത്തിനെതിരെ. വേറെ കുറെ ആൾക്കാരുണ്ടാവും, റസൂലുള്ള ആട് മേച്ചാ നടന്നത്, അതുകൊണ്ട് ആടിനെ തന്നെ മേക്കുള്ളൂ, അങ്ങനെ പറഞ്ഞ ആൾക്കാരില്ലേ? അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയിലെ മൂല്യന്മാർ ശമ്പളം വാങ്ങിയില്ലേ, അതുകൊണ്ട് ശമ്പളം വാങ്ങുന്ന മൂല്യരെ ബേക്ക് തുടരില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ സൂഫിസം. ഇങ്ങനെ ജൽപ്പനങ്ങൾ, വിദണ്ഡവാദങ്ങൾ, പൊട്ടത്തരങ്ങൾ. പേരെന്താ? ത്വരീക്കത്ത്. എന്ത് ത്വരീക്കത്താ അത്? യാതൊരു ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത ഇന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് വളരെ നല്ല അവസരമാക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ അതിലൂടെ വളരുകയുള്ളൂ. ഈ ശിശുദിനത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ്. നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ മക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് വേദന നമുക്കറിയാം. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളോട് ചോദിക്കും, നീ ആ മകനക്ക് നന്ദി ചെയ്തു? അള്ളാഹു നമ്മളെ ചോദിക്കും. എത്ര അനുഗ്രഹത്തിനാണ് നമ്മുടെ മക്കളെ പോലെ. അള്ളാഹു ഒന്ന് ആലോചിച്ച് നോക്കി, ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെ പറ്റി ആലോചിച്ച് നോക്കി, കേരളത്തിന്റെ പുറത്തുള്ള കുട്ടികളെ പറ്റി ആലോചിച്ച് നോക്കി. നമ്മളെ കുട്ടികൾക്ക് എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട്, എന്നിട്ട് നമ്മളവർക്ക് നല്ലൊരു അദബ് കൊടുക്കണില്ലല്ലോ, നല്ലൊരു ദീനിയായ ഒരു ദഅവത്ത് കൊടുക്കണില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ഒരു മാസമായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു പാവപ്പെട്ട ഒരു ആസാമിലെ ഒരു പാവം കുട്ടി 7ാം ക്ലാസ് പഠിക്കാം, ആസാമിലെ കുട്ടിയാണ്. ആ കുട്ടിന്റെ വാപ്പിമ്മക്ക് ഇവിടെ. ആ വാപ്പ എന്ത് ചെയ്തു? തന്റെ സുഹൃത്തിന് പനി പിടിച്ചപ്പോ, സുഹൃത്തിന്റെ കുട്ടിക്ക് പനി വന്നപ്പോ ആശുപത്രി പോകണം. അപ്പൊ ഈ ആസാമിയ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു? ആ സുഹൃത്തിന് മലയാളം അറിയില്ല. അപ്പൊ ആശുപത്രിയിൽ പോയി മലയാളം വർത്താനം പറഞ്ഞ് സഹായിക്കാൻ വേണ്ടി പോയപ്പോ അപകടത്തിൽപ്പെട്ട് വണ്ടി ഒന്നിടിച്ചു മരണപ്പെട്ടു. അങ്ങനെ ആസാമി ചെറുപ്പക്കാരൻ മരിച്ചുപോയി.
പിന്നെ മകനും ഭാര്യയുള്ളത്. ഭാര്യയ്ക്ക് പിന്നെ സുഖമില്ലാതെ, തീരെ സുഖമില്ലാതെ കിടപ്പിലായി. ഈ ആസാമി ബാലൻ പാവം ഒരു ചെറുപ്പക്കാരൻ, പാവം ചെറിയ കുട്ടി, 7 വയസ്സ്, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പാവം ബാപ്പ മരിച്ചുപോയി, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അവൻ എന്നിട്ട് സ്കൂള് വിട്ടെന്ന വൈകുന്നേരം 2 മണിക്ക് വീട്ടിൽ ചായ ഉണ്ടാക്കിയിട്ട് ജവനയിലാക്കിയിട്ട് ഫ്ലാസ്കിലാക്കിയിട്ട് ഇവിടെ പോകും, പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ പോകും. എന്നിട്ട് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ചായ വെക്കുകയാണ്. ഞാൻ ആ വീഡിയോ കണ്ടു. രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി വൈകുന്നേരം 9:30 മണി, രാത്രി 9:30 മണി വരെ ചായ വിറ്റിട്ട് 25 ചായ ആയിട്ടാണ് പോയത്. ആകെ ചെലവായത് 6 ചായയാണ്. 25 ചായ ആയിട്ട് പോയി ആകെ ചെലവായത് എത്ര? 6 ചായ. ഈ ഒരു ചായ വിറ്റ എത്ര കിട്ടുക? 10 റുപ്യ. ഈ പൈസ കൊണ്ടാണ് പ്രിയപ്പെട്ട സുഖമില്ലാത്ത കടക്കണ ഉമ്മാക്ക് തിന്നാൻ കൊടുക്കാൻ. വാപ്പ മരിച്ചു പോയി, ആരും നോക്കാറില്ലല്ലോ. നമ്മുടെ കേരളത്തിലാണത്, നമ്മളെ പെരിന്തൽമണ്ണയിലാണത്. ഇന്ന് ആലോചിച്ച് നോക്കണം. 2 മണിക്ക് സ്കൂള് വിട്ട് വന്നിട്ട് കുറച്ച് ചായ ജമനയിലാക്കി പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ രാത്രി 10 മണി വരെ വിറ്റിട്ട് 25 ചായന്ന് 6 ചായ വിറ്റിട്ടുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബം പോയിട്ട് പാവപ്പെട്ട നമ്മളെ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര അനുഗ്രഹത്തിലാണ്. ഏതായാലും ആ കുട്ടി ഏറ്റെടുത്തു, മറ്റുള്ള ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട്. വേറെ വിഷയം. ഞാൻ പറഞ്ഞത്, അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് തന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നന്ദികേട് കാണിക്കാതെ അനുഗ്രഹങ്ങൾക്ക് ശാക്രീങ്ങളായി മാറുക. എപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെ ജമാഅത്തിൽ പങ്കെടുപ്പിക്കുക, മക്കളെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കുക, നിസ്കാരത്തിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുപ്പിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ 2 ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.